വെണ്ടയ്ക്ക വീട്ടിലുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ. അതിനായിട്ട് വെണ്ടയ്ക്ക നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. നീളത്തിൽ മുറിച്ചതിന് ശേഷം ഞാൻ അതിനൊന്നുകൂടി പകുതിയാക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ മുറിച്ചെടുത്ത ശേഷം ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കോൺഫ്ലവറോ അരിപ്പൊടിയോ മൈദ ഏതാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അതിൽ മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് മൈദയും കൂടി ഇട്ടിട്ട് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം. വെണ്ടയാകുമ്പോൾ ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാവില്ലേ, അത് പോകാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം മിക്സ് ചെയ്തെടുക്കാം. ഇനി എണ്ണ ചൂടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എന്താ വെച്ചാൽ അവർക്ക് കറിയൊന്നും ഇഷ്ടമില്ല വെച്ചാലും ഇതുപോലെ വെണ്ട പൊട്ടാറ്റോ അതൊക്കെ ഉണ്ട് വെച്ചാൽ അവർക്ക് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ചോറുണ്ണൽ വേഗം കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരു ഭാഗം വെന്ത് വരുമ്പോൾ മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഉണ്ടാക്കി വെക്കുമ്പോഴേക്ക് തന്നെ സാധനം കഴിഞ്ഞു പോകും. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.